നമ്മുടെ നാട്ടുകാരനായ ഒരു പ്രവാസി ഗൾഫിൽ കഴിയുന്നയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വലിയൊരു പരീക്ഷണത്തിൻ്റെ കാര്യം നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. 35 വയസ്സുള്ള ആൾ അദ്ദേഹം നാട്ടിൽ പോയി നാട്ടിൽ താമസിച്ചിരുന്ന തൻ്റെ മകളെ ഉപദ്രവിച്ച പീഡിപ്പിച്ച ഒരു ബന്ധുവിനെ അടിച്ചു കൊന്നിട്ട് തിരിച്ച് ഗൾഫിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശ് പോലീസ് അദ്ദേഹത്തെ അന്വേഷിക്കാൻ വേണ്ടി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം ഉണ്ടായത് ഭാര്യയും ഭർത്താവും ഗൾഫിൽ ജോലി ചെയ്യുന്നു. മകളെ 12 വയസ്സുള്ള മകളെ നാട്ടിൽ ബന്ധുവിനെ ഏൽപ്പിക്കുന്നു തൽക്കാലം നോക്കാൻ വേണ്ടി. എന്നിട്ട് ബന്ധുവിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള 60കാരനാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. ഇങ്ങനെ വന്നപ്പോൾ പോലീസിൽ പരാതി കൊടുത്ത് ഈ ബന്ധുവിനെ അകത്താക്കാൻ വേണ്ടി ഇടപെടാൻ നോക്കിയപ്പോൾ പോലീസ് തന്നെ വിളിച്ചു വരുത്തി, ഇതൊക്കെ വെളിയിൽ പറയേണ്ട കാര്യങ്ങളാണോ, ഇതൊക്കെ സെറ്റിൽ ചെയ്യണ്ടേ, സൈലൻ്റായിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞത് ഏതായാലും പ്രവാസിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ടിക്കറ്റ് എടുത്തു, നാട്ടിൽ പോയി ബന്ധുവിനെ കൊലപ്പെടുത്തി തിരിച്ചു വന്നു. ഗൾഫിൽ തിരിച്ചെത്തിയിട്ട് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ലോകത്തെ അറിയിച്ചു, ഞാനിങ്ങനെ ചെയ്തിരിക്കുകയാണ്, എനിക്ക് യാതൊരു ഖേദവും ഇക്കാര്യത്തിലില്ല എന്ന വിഷയം. പ്രവാസികളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ദുരനുഭവങ്ങളിൽ നിന്നുണ്ടായി വരുന്ന ഇത്തരം പല കാര്യങ്ങളും ആരും വെളിയിൽ പറയാതെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സന്ദർഭവശാൽ ഈ വാർത്ത കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ ഓർമ്മിപ്പിച്ചതാണ്. സിറിയയിലെ വിമതസേന HTS എന്നറിയപ്പെടുന്ന ഹയാത്ത് തഹ്രീർ ഷാം, ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ബഷർ അൽ അസദിനെ നാട്ടിൽ നിന്ന് ഓടിച്ചത്, അധികാരം പിടിച്ചത്? അത് പെട്ടെന്നുണ്ടായ സംഭവവികാസമാണോ? ആരുടെയെങ്കിലും പിന്തുണയുണ്ടായിരുന്നോ? എത്ര നാളത്തെ പ്രയത്നമാണ്? ഏതെല്ലാം തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്? ഇങ്ങനെയുള്ള ചർച്ച ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖല മൊത്തം ആരംഭിച്ചിരിക്കുകയാണ്. തെളിഞ്ഞു വരുന്ന 2-3 കാര്യങ്ങൾ. 4 വർഷമായി അതികഠിനമായ അധ്വാനത്തിലാണ് HTS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. മാത്രമല്ല അമേരിക്കൻ പ്രസ്ഥാനമായ CIA പിന്തുണ ഇവർക്ക് കിട്ടിയിരുന്നു എന്നുകൂടി ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ പറയുകയാണ്. മാത്രമല്ല ഏറ്റവും മുന്തിയ ടെക്നോളജി, ഡ്രോൺ ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് സജീവമായി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അത് വിജയത്തിലെത്തിയത് എന്നും പറയപ്പെടുന്നു. സൗദി അറേബ്യയിലെ ഖുറൈസ് അൽ അഹ്സയിൽ ഒരു കുടുംബത്തിലെ 7 പേരാണ് റോഡപകടത്തിൽ മരണമടഞ്ഞത്. അവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ലുഹർ നമസ്കാരത്തിന് ശേഷം ഖബറടക്കി എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇപ്പോഴും എന്താണ് അവർ സഞ്ചരിച്ച വാഹനത്തിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം കാരണം കിട്ടിയിട്ടില്ല എന്നാണ് സൗദി പോലീസ് പറയുന്നത്. മുൻ ഉപപ്രധാനമന്ത്രിയും BJPയുടെ ഉന്നത നേതാവുമായ LK അദ്വാനിയെ ഇന്ന് ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ICUവിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സുസ്ഥിരമാണ് എന്ന അറിയിപ്പാണ് അപ്പോളോ ബുള്ളറ്റിനിൽ പറയുന്നത്. അദ്ദേഹത്തിന് 97 വയസ്സാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിലേക്ക് എയർ അറേബ്യ റാസൽഹൈമയിൽ നിന്ന് പുതിയ സർവീസ് ആരംഭിക്കുകയാണ്. ഡിസംബർ 27 മുതൽ ഈ സർവീസ് ആരംഭിക്കും എന്നറിയിച്ചിട്ടുണ്ട്. നേരത്തെ റാസൽഹൈമയിൽ നിന്ന് മോസ്കോയിലേക്കും എയർ അറേബ്യ സർവീസ് ആരംഭിച്ചിരുന്നു. അതുപോലെ ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നും താഷ്കൻഡിലേക്ക് എയർ അറേബ്യയുടെ സർവീസുകളുണ്ട്. അജ്മാനിൽ ട്രാഫിക് പിഴകൾ വല്ലതും വരുത്തിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 50% ഡിസ്കൗണ്ടിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള സമയം നാളെ ഡിസംബർ 15 അവസാനിക്കുകയാണ്. UAEയിലെ പ്രശസ്തമായ പ്രൈം മെഡിക്കൽ സെൻ്ററുകൾ ഉൾപ്പെടുന്ന പ്രൈം ഹെൽത്ത് എല്ലാവർക്കും ഗുണം കിട്ടാൻ സാധ്യതയുള്ള ചിന്തോദ്ദീപകമായ ഒരു വലിയ പരിപാടി ഡയാബ് ഫെസ്റ്റ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇതിൻ്റെ പ്രത്യേകത ഇന്നിപ്പോൾ ഏറ്റവും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഡയബറ്റീസ്, ഈ പ്രമേഹ രോഗത്തെ എങ്ങനെ നേരത്തെ തന്നെ അറിഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തടയിടാൻ പറ്റും, ഇനി വന്നു പോയാൽ എങ്ങനെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ അപകടങ്ങളില്ലാതെ കൊണ്ടുപോകാൻ പറ്റും, വരാത്തവർക്ക് വരാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്, ഒറ്റയ്ക്ക് ഒരു വ്യക്തി തീരുമാനിക്കുന്നതാണോ, കുടുംബത്തിൽ എല്ലാവരും ഇടപെടേണ്ട വിഷയമാണോ, കൂട്ടായ പ്രയത്നമാണോ, ഇതിനെക്കുറിച്ചുള്ള പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ പ്രൈം ഹെൽത്തിൻ്റെ ഫൗണ്ടറും MDയുമായിട്ടുള്ള ഡോക്ടർ ജമീൽ അഹമ്മദ് സംസാരിക്കുകയും വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേരുകയും ആളുകൾക്ക് ഉപദേശം നൽകുകയും ഒരു വലിയ ബോധവൽക്കരണ പ്രക്രിയയായി ഇത് മാറുകയും ചെയ്തു. ഇതിൽ കാണുന്ന വിഷ്വൽസ് ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയതാണ്. പ്രമേഹ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് അനുഭവിച്ച് തീർക്കുക തന്നെ എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആ തലമുറയുടെ കാര്യമല്ല ഇന്ന് ജീവിതശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തിക്കൊണ്ട് അതിശക്തമായി ഇതിനെ നേരിടാൻ പറ്റും
എന്നൊരു വലിയ ആത്മവിശ്വാസം ഡോക്ടർ ജമീൽ അഹമ്മദിൻ്റെ വാക്കുകളിലൂടെ അവിടെ കൂടിയവർക്കെല്ലാം കിട്ടി എന്നുള്ളതാണ് ഈ ഒരു ഡയാബ് ഫെസ്റ്റിൻ്റെ സാരമായി ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ദുബായ് വാർത്തയുടെ ഡിസംബർ 14 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.